ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം, ഒരു വ്യത്യസ്തമായ അവിയൽ. എന്താ അവിയലെന്നല്ലേ? മുട്ട അവിയൽ. മുട്ട അവിയൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ഉണ്ടല്ലോ, മുരിങ്ങക്കായ ഒരു 3 എണ്ണം നീളത്തിൽ അവിയലിന് മുറിക്കുന്ന പോലെ, പിന്നെ കിഴങ്ങ് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കഷ്ണങ്ങളായിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ട നമ്മൾ പുഴുങ്ങി ഇതുപോലെ നടുവേ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മളിത് പുഴുങ്ങി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ കിഴങ്ങും മുരിങ്ങക്കായും മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൽച്ചട്ടി എടുത്തിട്ടുണ്ട്. കൽച്ചട്ടിയിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം. കൽച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കൽച്ചട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലാണിത്. പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, എന്താ ഉണ്ടാക്കണ്ടേന്നൊക്കെ കൺഫ്യൂഷനുള്ളൊരു ദിവസം വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവിയലാണ്. നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക്, മുട്ട ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവുന്നതിന് ആവശ്യമായിട്ട് അതിൻ്റെ മീതെ നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും മാത്രം ചേർത്താണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതത്ര വലിയ എരിവുള്ള കറിയൊന്നുമല്ല, പച്ചമുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പക്ഷേ ഇതൊരു മഞ്ഞ കളറിൽ, അവിയലിൻ്റെ ആ ഒരു കളറിൽ വരേണ്ട കറിയാണ്. അപ്പോൾ മുളക് പൊടി അധികം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിപ്പോവും. പക്ഷേ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുഴപ്പമില്ല, മുളക് പൊടി കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതാണ്. ഇതിലേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അവിയലിൻ്റെ പോലെയല്ല, സാധാരണ നമ്മുടെ അവിയലിൻ്റെ പോലെയല്ല, ഇത് കുറച്ച് നന്നായി തന്നെ അരച്ചെടുക്കണം. നമ്മൾ അവിയലിന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാറല്ലേ ഉള്ളൂ, പക്ഷേ ഇതിന് നന്നായിട്ട് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പോലെ അരച്ചെടുക്കണം. മുട്ട അവിയൽ എന്നാണ് പറയുന്നതെങ്കിലും അവിയൽ ഉണ്ടാക്കുന്നതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ അരപ്പ് ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് അരയ്ക്കണം, അവിയലിൻ്റെ പോലെയല്ല. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് വെള്ളം കൂടുതലുണ്ട്, അപ്പോൾ നമുക്കിതൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് സമയമാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതിൻ്റെ മുകളിൽ വച്ച് കൊടുക്കുന്നത്. അത് നമ്മളിതിൻ്റെ കൂടെ ഇളക്കി അങ്ങ് യോജിപ്പിക്കുന്നൊന്നുമില്ല, കാരണം അതെല്ലാം ഉടഞ്ഞു പോകും, അതിൻ്റെ മഞ്ഞയും വെള്ളയെല്ലാം കുഴഞ്ഞതിൽ വേർപെട്ട് പോകും. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് ആവി കയറ്റിയാൽ മതി. അതിന് ശേഷം നമ്മളിത് എടുക്കുന്ന സമയത്ത്, സെർവ് ചെയ്യുന്ന സമയത്ത് ഈ വെജിറ്റബിൾസ്, ഈ കഷ്ണങ്ങളും ഈ മുട്ടയും ഗ്രേവി എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് അങ്ങനെ നമ്മൾ വിളമ്പുന്ന സമയത്ത് അങ്ങനെ എടുക്കുക. അങ്ങനെയാണ് സാധാരണ ഇത് സെർവ് ചെയ്യുന്നത്. അല്ല നമ്മളിത് കൂട്ടി ഇളക്കി യോജിപ്പിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് ആവി കയറ്റുക, അത്രേ മാത്രമേ ഉള്ളൂ. ഇത് പുഴുങ്ങി വച്ചിരിക്കുന്ന വെന്ത മുട്ടയാണ്. ഇതിപ്പോൾ 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നടുവേ മുറിച്ച് വച്ചിരിക്കുന്നതാണ്. ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുമ്പം ഇത് ഗ്രേവിയും ആ കഷ്ണങ്ങളും മുട്ടയുടെ പീസും എല്ലാം കൂടി ഒരുമിച്ചെടുക്കുക.
ഒരു വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു കറിയാണിത്. ചോറിനാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മുട്ട അവിയൽ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. തിരുവനന്തപുരം ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ മുട്ട അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ രുചിയാണ് മനസ്സിലാവും. ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയായി കാണാം. ബൈ.